ഗൈസ്, ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. 3 ഇൻഡോർ പ്ലാന്റ്സും അതിന് വേണ്ട കുറച്ച് എന്താ പറയാ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഫ്രം ടേസ്റ്റി ടു ഗ്രീവി. ഹൈഡ്രേറ്റ് ചെയ്യാൻ അതിൻ്റെ ഇലക്കീടിന് മഞ്ഞക്കൊക്കെ അതിനൊക്കെ കൊണ്ട് വേണ്ടിയുള്ള കുറച്ച് തുള്ളിമരുന്ന് പോലത്തെ സാധനമാണ്. എന്തായാലും അഡ്ജസ്റ്റ് വാട്ടറിങ് വാട്ടർ ദ plant as needed. Insert the pen. Place the pen's probe into the soil near the plant root. Read the display. Check the moisture level on the easy to read display. ചെടിക്ക് വേണ്ട എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ആണ്. നമുക്കെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ പ്ലാന്റ് എന്താ നോക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എൻ്റെ ഉള്ളത് നോക്കാം. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണിത്. നല്ല ഇത്രയും ദൂരം വന്നാലും അങ്ങനെ പൊട്ടിയിട്ട് ബലം കിട്ടുമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. പാക്കിങ് നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് പൊട്ടിക്കാൻ നല്ല പാടാണ് കേട്ടോ. അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നമ്മളത് പൊട്ടിച്ച് ഒരു വിധത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ് ഇതാണ്. ലക്കി ബാമ്പു എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. കൈരിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇത് നമ്മൾ 4 1000 സംതിങ് ആണ്. ഇതും കൂടെ ഫെർട്ടിലൈസറും കൂടെ അടക്കം നമുക്ക് ഇത്രയും പൈസയാണ് വന്നത്. 1000 സംതിങ് രൂപയായി. ഞാനത് വീഡിയോ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം എത്ര രൂപയെന്ന് നോക്കിയിട്ട്. അത്യാവശ്യം നല്ല പ്ലാനാണ്. ആ സോയിലൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് ഒരു ഇത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിക്കാണ്. അത് മണ്ണൊന്നും ഇളകി പോകാണ്ടിരിക്കാതെ നല്ല പാക്കേജും കാര്യങ്ങളാണ്. ഇതാണ് അതിൻ്റെ അടിയിലുള്ള വെള്ളം ഒഴിക്കുന്ന സാധനത്തിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ആഴ്ച വഴി ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം എപ്പോഴും വെള്ളം ഒഴിക്കും. അങ്ങനെ എപ്പോഴും നോക്കുന്നുണ്ട്. ഒരാഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മുകളിലോട്ട് വലിച്ചെടുക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസർ ആഡ് ചെയ്യണമെങ്കിൽ അത് ഇലക്കടിക്കണം, അല്ലാത്ത അടിക്കണം. അപ്പം ഇങ്ങനെയാണ് ഇത് കാണുന്നത്. അതിൻ്റെ അകത്തൊരു ഇതുണ്ട് ത്രെഡ്. ആ ത്രെഡ് വഴി മുകളിലോട്ട് കയറും. പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ അളവുണ്ട്. സമ്മർ വിൻ്റർ എത്ര വെള്ളം ഒഴിക്കണം ആ റേഞ്ച് നോക്കിയിട്ട് വീക്കിലി ഒരു തവണ നമ്മൾ നിറച്ചാൽ മതി. ഇതിങ്ങനെ വെക്കുക. കണ്ടോ, അതിൻ്റെ കൈരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ ഐഡിയ പുറത്തുള്ളത്. ഇതിൽ അവരുടെ ഐഡിയ കൊള്ളാം. നല്ല അത്യാവശ്യം ഇൻഡോറിലൊക്കെ പ്ലാന്റ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഗൈസ്, നമുക്ക് അപ്പോൾ അടുത്ത ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബോക്സ്. ഇതും അത്യാവശ്യം നല്ല പാക്കേജും നല്ല പാക്കേജാണ്. പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് അകത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെന്ന് നമുക്ക് നോക്കാം ഏത് പ്ലാന്റാണ് എന്ന്. ഇതിൻ്റെ പാക്കേജിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയോ നല്ല പാക്കേജാണ്. ഇത് പൊട്ടിക്കണ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഭയങ്കര ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പ്ലാന്റ് ഇപ്പം പുറത്ത് വരും. നമ്മുടെ അരാലിയ ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണത്. ഇതും ഇങ്ങനെ എയർ പ്യൂരിഫൈ ചെയ്യാനും ബാമ്പു എന്ന് പറഞ്ഞാൽ അതൊരു ലക്കായിട്ട് വെക്കുന്ന അങ്ങനെ എന്തോ കൊണ്ട് എനിക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തില്ല. ഇത് എയർ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. ഇതും റൂമിൽ ഇൻഡോറായിട്ട് നമ്മൾ വളർത്തുന്നത്. സെയിം എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നു വീക്കിലി. പിന്നെ സെയിം റൂട്ടീൻ തന്നെ ചെയ്യും. ഇതിൻ്റെ കവറിങ് അത്യാവശ്യം നല്ലതാണ്. ഈ പ്ലാന്റ് കുറച്ച് ക്ഷീണമുണ്ട്. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിന്നു. കുറേ ഇച്ചിരി കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇലയൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ അകത്ത് ഫെർട്ടിലൈസർ നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമുക്ക് ബാക്കിയെല്ലാം എല്ലാം നമുക്ക് ചെയ്യാം. അതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അടുത്ത നമുക്ക് മൂന്നാമത്തെ ഇതെല്ലാം നമുക്ക് തുറന്ന് നോക്കാം. ഈ പ്ലാനിനെ നമുക്ക് നോക്കാം. ഇതും പാക്കേജ് അടിപൊളിയാണ്. 3 നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് വന്നേക്കുന്നത്. ഒരു രീതിയിലും നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ട് പറയാനില്ല. നല്ല അടിപൊളി പാക്കേജാണ്. ഇത്രയും ലോങ് ആയിട്ട് വന്നിട്ടും
അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്നാ ഉള്ളതെന്ന്. ഗൈസ്, അപ്പോൾ ഇതിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ ജേഡ് പ്ലാന്റ് എന്ന് പറയും. ഇതും എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള പ്ലാന്റാണ്. റൂമിൽ സെയിം നല്ല അടിപൊളി കവറിങ്ങും കോട്ടിങ്ങുമാണ്. മൂന്നും നല്ല അതേപോലെ തന്നെ കവറിങ് നല്ല വൃത്തിയുള്ള പാക്കേജാണ്. ഇതിന് ഒരെണ്ണം മാത്രം വെള്ള, ബാക്കിയെല്ലാം ബ്ലാക്ക്. അപ്പോൾ ഇതിനും നല്ല ഫോയിൽ പേപ്പർ പോലത്തെ ഇത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, മണ്ണും ഇതൊന്നും പോകാണ്ടിരിക്കാൻ. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങിയത്. ഇത് മൂന്ന് നമ്മൾ ഇൻഡോർ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തായാലും ടൈം പാസ് ആവും. അടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഫെർട്ടിലൈസർ ഉണ്ടാകും നോക്കാം. ഇതും അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. നല്ലൊരു ബോക്സിൻ്റെ അകത്ത് നല്ലൊരു സീൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്നൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് സംഭവം. 5-in-1 കയറി ഫെർട്ടിലൈസർ കിറ്റ്. എസെൻഷ്യൽ ഈറ്റ്സ് ഫോർ ഹാപ്പി പ്ലാന്റ്സ്. 100% ഓർഗാനിക്. 10 ml ഈച്ച്. 10 ml 5 ഉള്ളത്. ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് എല്ലാം 10 ml ആണ്. 10 ml കളിയാണ്. പ്ലാന്റ് മുഴുവൻ 10 ml കളിയാണ്. നീമോയിൽ 10 ml, ഓൾ ഇൻ വൺ ടോണിക് 10 ml, സീവീഡ് 10 ml, റൂട്ട് ബൂസ്റ്റർ 10 ml, പിന്നെ വേറെ എന്തോരണമുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഗൈസ്, ഇത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇത് പാക്കേജ് അത്ര പോലെ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇത് മാത്രം പൂട്ടി പോയിട്ടുണ്ട്, കുറച്ച് ചാടിയിട്ടൊക്കെ ഉണ്ട്. ഇത് സീവീഡ്, ഇത് കുഴപ്പമില്ല. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതൊന്നും പൊട്ടിച്ചാടിയിട്ടില്ല. ഓൾ ഇൻ വൺ ടോണിക്കിനാണ് പൊട്ടൽ വന്നത്, പകുതിയേ ഉള്ളൂ. അത് മൊത്തം ചാടിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇത് പറ്റിക്കപ്പെട്ടു. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. നീമോയിൽ അത് കുഴപ്പമില്ല, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്തുള്ളത് റൂട്ട് ബൂസ്റ്റർ, അതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഗ്രോത്ത് ബൂസ്റ്റർ, അതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഓൾ ഇൻ വൺ ടോണിക്കിനാണ് പ്രശ്നം പറ്റിയത്, അതാണ് പൊട്ടിപ്പോയത്. അത് പകുതിയേ ഉള്ളൂ. നമുക്കത് റിട്ടേൺ കൊടുക്കേണ്ടി വരും. ബാക്കി പ്ലാന്റ്സിൻ്റെ ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ പാക്കേജിൻ്റെ കുഴപ്പമൊന്നുമില്ല. എന്തോ ലീക്കായി പോയതാണ്, എന്തോ അടപ്പ് തുറന്നു പോയതാണ്. ബാക്കി പാക്കേജൊക്കെ അടിപൊളിയാണ്. അത് അവരുടെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. അതിനൊരു കുറ്റം പറയാനില്ല. ഇനി നമുക്ക് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ അവർ പുതിയത് അയച്ചു തരും. പക്ഷേ ഇത് നല്ല അടിപൊളിയുണ്ട്. നല്ലൊരു കോംബോ പ്ലാനാണ്. ഒരെണ്ണം കൂടെ വരാമുണ്ട്, അത് വന്നിട്ടില്ല. ഇത് മൂന്നും എത്തിയിട്ടുള്ളൂ. അത് ഓൺ ദ വേ ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് നമുക്ക് കൊണ്ട് റൂമിലൊക്കെ വെച്ചിട്ട് ഉണ്ടോ. ഇതെൻ്റെ പകുതിയാണ് പോയത്. ഓൾ ഇൻ വൺ. ഇത് എത്രയോ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2-3 തുള്ളി മതി. അതുകൊണ്ട് ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സാരമില്ല, നമുക്ക് പൊട്ടിക്കുന്നതിൻ്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും. ബാക്കിയെല്ലാം തന്നെ ഫുള്ളുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല. ആ ഒരെണ്ണം മാത്രം ഇച്ചിരി ചാടിപ്പോയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് അരാലിയ പ്ലാന്റ്. ഇതിന് നമുക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്. ഇതിന് കുറച്ച് ഇലകളൊക്കെ പോയിട്ടുണ്ട്. ഇത് ലക്കി ബാമ്പു, ഇതും കുഴപ്പമൊന്നുമില്ല. ഇതിന് വെള്ളം ഒഴിക്കണം. ഇതാണ് ജെയിൻറ്റ് പ്ലാന്റ്. ഇതിനെല്ലാം നമ്മൾ മറ്റേ റൂട്ട് ബൂസ്റ്റർ കൊടുക്കണം. ഇതെല്ലാം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ ഇതിനെല്ലാം കുറച്ച് റൂട്ട് ബൂസ്റ്ററൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് കൈറിയുടെ അവരുടെ പേജ്. ഇത് ഇൻസ്റ്റയിൽ നോക്കി നമുക്ക് കിട്ടും. ബാക്കി പാക്കേജൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല പാക്കേജ്, ചെടിയുടെ പാക്കേജൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നീഡ് വാട്ടർ വൺസ് എ വീക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കെയർ യുവർ ബ്രാൻഡ്, ഹൗ ടു കീപ് യുവർ ന്യൂ ഫ്രണ്ട് ഹാപ്പി, യൂസ് യുവർ ഹൈഡ്രേഷൻ മീറ്റർ ടു നോ വെൻ യുവർ പ്ലാന്റ് നീഡ്സ് എ ഡ്രിങ്ക്, അവർ വാട്ടറിങ് വിൽ കിൽ ദ പ്ലാന്റ്, ഓവർ വാട്ടറിങ് വിൽ കിൽ ദ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കവറിൻ്റെ അകത്ത് പുറത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ ഈ 3 പ്ലാന്റാണ് നമുക്ക് ഒരെണ്ണോടെ ഉണ്ട്. 4 പ്ലാന്റിൻ്റെ കോമ്പോയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഈ 3 വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ മെല്ലെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നതും എങ്ങനെയൊക്കെയാണ്, ഇത് നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ എങ്ങനെ നിൽക്കുമോ നോക്കാം. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ
ഓർഡർ ചെയ്യാനോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരാം.